ഹായ് ഓൾ. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതൊരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഇതാണ്: എന്താണ് പരാജയം? എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്താലും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, എന്ത് ചെയ്താലും ശരിയാകുന്നില്ല. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ നോക്കി, അത് പൊട്ടിപ്പാളീസായി. ഞാൻ ഒരു ജോലിക്ക് ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു പോയി. അങ്ങനെ പല പല കാര്യങ്ങൾ ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ എന്താണിത്, എന്തിൻ്റെ പ്രശ്നമാണ്, വല്ല ജാതകദോഷമാണോ എന്ന് മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞൊരു കാര്യം: ഞാൻ നിർത്തി ഈ പരിപാടി, എനിക്ക് മതിയായി. ഇനി എനിക്ക് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ മുഴുവൻ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് പരാജയം, അല്ലെങ്കിൽ എന്താണ് വിജയം? നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നോക്കി, ആ കാര്യം ശരിയായില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരാജയമാണെന്ന് നമ്മളങ്ങ് സമ്മതിക്കുകയാണോ? എവിടെയാണോ നിങ്ങൾ അങ്ങനെ സമ്മതിച്ച് ഇനി എനിക്ക് കഴിയില്ല, ഞാൻ ഇനി ഇട്ടിട്ട് പോവാണ്, എനിക്ക് മതിയായി എന്ന് പറയുന്നത്, ആ പോയിന്റാണ് നിങ്ങളുടെ പരാജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ ഓക്കെ, അത് നടക്കണ്ട, അടുത്ത കാര്യം നോക്കുക, അതിന് ശ്രമിക്കുക. അത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല, അതിന് എന്ത് വേണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതിൻ്റെ പോരായ്മകളെല്ലാം നികത്തി നമ്മൾ പിന്നെയും പിന്നെയും അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്, അതാണ് വേണ്ടത്. ആക്ച്വലി അങ്ങനെ ചെയ്യുന്ന ഒരാൾ തീർച്ചയായും ഒരു പോയിന്റിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് 1, 2, 10, 100 പ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാനൊരു പരാജയമാണ് എന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പരാജയം തന്നെയാണ്. കാരണം അത് പരാജയം ആകുന്നത് ആ സംഭവം നടക്കാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ 1001 പ്രാവശ്യത്തെ എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഇടയ്ക്ക് വെച്ചൊരു 100 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പോട്ടെ പുല്ല്, ഞാനിനിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഇരട്ടത്തിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോവുക, ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാതിരിക്കുക. പരാജയവും വിജയവും നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ തോൽക്കാൻ തയ്യാറല്ലെങ്കിൽ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, അത് ഓർത്തിരിക്കുക.